ചെറുവത്തൂർ വീരമലക്കുന്ന് വീണ്ടും ഇടിഞ്ഞു. മണ്ണിനടിയിൽപ്പെട്ട 2 വാഹനങ്ങളെ പുറത്തെടുത്തു. ആളപായമില്ല. ദേശീയപാത മുഴുവനായും മണ്ണിനടിയിലായതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇപ്പോൾ വാഹനങ്ങളെ വഴിതിരിച്ചു വിടുകയാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. വലിയ തോതിൽ പാറയും മണ്ണും റോഡിലേക്ക് പതിക്കുകയായിരുന്നു. 2 വാഹനങ്ങൾ ഇതിനടിയിൽ അകപ്പെട്ടുവെങ്കിലും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ദുരന്തം വഴിമാറുകയായിരുന്നു. വിവരമറിഞ്ഞയുടൻ പോലീസും ഫയർഫോഴ്സും റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി. പിന്നാലെ തന്നെ ദേശീയപാതയുടെ നിർമ്മാണ കരാറുകാരായ മേഘ കമ്പനിയിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും വന്നെത്തി. മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ മണ്ണിലടിയിൽപ്പെട്ട 2 വാഹനങ്ങളും പുറത്തെടുത്തു. അപ്പോൾ ഒരു കാർ ഉണ്ടായിന്. ആ ഒരു കാറ് അവിടെ നിന്ന് നീങ്ങിയിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വന്നിന്. കാറിന്റെ സൈഡിൽ ഫുള്ള് മണ്ണെല്ലുണ്ടായിന്. അപ്പോൾ ആ സ്ത്രീക്കൊന്നും ആയിട്ടൊന്നുമില്ല. ഞാൻ അവരെ എടുത്തിട്ട് ഇവിടെ ഹോട്ടലിൽ ആക്കിയിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ അപ്പുറത്ത് വണ്ടി ഉണ്ടോ നമുക്ക് ശരിക്കും കണ്ടില്ല. ആ ചളിയിൽ തട്ടി കാറിങ്ങനെ ഒന്നുമല്ലേ? കാർ ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ നിന്ന് ചളിയോടെ വന്നിട്ട് കാർ ഇപ്പോൾ അവിടെ തന്നെ നിന്നപോലെ ആ മണ്ണെല്ലാം ഇപ്പോൾ അതിന് മൊത്തം അതിന് മുകളിലാട്ടി. ദേശീയപാതയിൽ മൊത്തം കല്ലും മണ്ണും നിറഞ്ഞതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇതേ തുടർന്ന് കോട്ടപ്പുറം അച്ചാന്തുരുത്തി റോഡ് വഴി ഇപ്പോൾ വാഹനങ്ങളെ വഴിതിരിച്ചു വിടുകയാണ്. വീരമലക്കുന്നിൽ വിള്ളലുണ്ടെന്ന് നേരത്തെ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് മണ്ണ് വേഗത്തിൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയായാലുടൻ ദേശീയപാത വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.